ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നതെന്നും വീഡിയോസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നതും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയണത്. കുറച്ച് ആൾക്കാരെങ്കിലും ചോദിച്ചിട്ടുണ്ടേനി ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കറിയുന്ന ടിപ്സ് ട്രിക്സ് ഇതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന്. അപ്പൊ നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഓൾറെഡി ഒരു കുഞ്ഞു ചാനൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഷോർട്സ് വീഡിയോസ് എടുക്കണമെന്നും എങ്ങനെ ലോങ് വീഡിയോസ് എടുക്കണമെന്നും നമുക്ക് ട്രൈപോഡ് ഒന്നും ഇല്ലെങ്കിലും എങ്ങനെയൊക്കെ എടുക്കാമെന്നും ഉള്ളതിനൊക്കെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോക്ക് കിടക്കാട്ടോ. ഈ ഒരു 7+ലാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഒരു 4-5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് കേട്ടോ. ഇനി വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലൈറ്റിങ്. നല്ല ലൈറ്റ് ഉള്ള ടൈമിൽ നമ്മൾ വീഡിയോസ് എടുക്കാൻ നോക്കുക. ഇപ്പൊ റൂമിൽ നിന്നൊക്കെയാണ് വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ വിൻഡോന്റെ സൈഡിൽ നിന്നൊക്കെ വീഡിയോസ് എടുക്കാൻ നോക്കുക കേട്ടോ. അതാവുമ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് ലൈറ്റ് കിട്ടും. സൺലൈറ്റ് ഒക്കെ നല്ല രീതിക്ക് കിട്ടുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ നോക്കുക. രണ്ടാമത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്. ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം അടിപൊളിയാവണോ അത്രത്തോളം ആൾക്കാർക്ക് വീഡിയോസ് കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഈ ഒരു വൈറ്റ് ഷീറ്റാണ് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്രൗണ് അതല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് കളർ വരുന്ന എന്തും ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാട്ടോ. അതൊക്കെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കയ്യിലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസും കൂടി ആഡ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ആ ഒരു ഫ്രെയിം ഒറ്റക്ക് നിൽക്കണേക്കാട്ടിലും കാണാൻ രസം അതിന്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ 2-3 ഐറ്റംസും കൂടി വന്നപ്പോഴാണല്ലോ. ഇനിയിപ്പോ നമ്മൾ പെയിന്റ് ചെയ്യുന്ന വീഡിയോസോ അതല്ലെങ്കിൽ ചെയ്തത് കാണിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പെയിന്റും അതേപോലെ ഒരു പെയിന്റ് പാലറ്റും കുറച്ച് ലീഫൊക്കെ ബാക്ക്ഗ്രൗണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കാണാൻ രസമായിരിക്കും. ഇനിയിപ്പോ ജേണൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ചായക്കപ്പോ കുറച്ച് പോളറോയിഡ് പിക്ചേഴ്സോ സ്റ്റിക്കേഴ്സോ അതല്ലെങ്കിൽ ഒരു ക്യാൻഡിലൊക്കെ സൈഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലുക്കായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതൊന്നല്ല നമ്മളെ കയ്യിൽ ഫാരി ലൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്യാൻഡിലൊക്കെ കത്തിച്ചു കൊടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇതേപോലെ പോസ്റ്റ് കാർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് യൂസ് ചെയ്യാം. സോ ഇനി നമുക്ക് നമ്മളെ മെയിൻ ടോപ്പിക്ക് എടുക്കാം. ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത് എന്ന് പറഞ്ഞുതരാം. അത് ഷോർട്സ് ആയിക്കോട്ടെ ലോങ് ആയിക്കോട്ടെ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് വീഡിയോസ് സിമ്പിൾ ആയിട്ട് ട്രൈപോഡ് ഒന്നും ഇല്ലെങ്കിലും എടുക്കാന്ന് കാണിച്ചു തരാം. നിങ്ങളൊരു ബിഗിനറെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത് ഞാൻ ഷോർട്സ് കൂടുതൽ എടുക്കല് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു സെല്ലോ ടാപ്പിന്റെ റോള്. ഇത് ഓൾറെഡി ഇതിൽ സെല്ലോ ടാപ്പ് ഉണ്ട് കേട്ടോ, കഴിഞ്ഞ റോളൊന്നല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ട് ഞാൻ ഇങ്ങനെ ഫോണ് ഇറക്കി വെക്കും. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കല്. അപ്പൊ ഇത് ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഇപ്പോഴും ഷോർട്സ് വീഡിയോസ് ഒക്കെ എടുക്കല് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള കൂടുതൽ ഷോർട്സും ഇങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ ഒരു 300 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു 250 ഷോർട്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത് നമുക്ക് ഷോർട്ട് വീഡിയോസ് എടുക്കാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് നമ്മളെല്ലാവരുടെ കയ്യിലും ഇതേപോലെ ഒരു ഫോൺ സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഫോൺ സ്റ്റാൻഡിൽ വീഡിയോ എടുക്കുന്നത് ഞാൻ അങ്ങനെ കൂടുതൽ പറയണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഫോൺ സ്റ്റാൻഡിൽ നമുക്ക് ഇതേപോലെ ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പൊ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ബുക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചട്ട കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്താലുണ്ട് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോൺ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. സംഭവം സിമ്പിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ ഐഡിയ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ ഇപ്പൊ എടുക്കുന്നത് ഈ ഒരു ട്രൈപോഡിലാണ് കേട്ടോ. മെയിൻ ആയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് എടുക്കല് ലോങ് വീഡിയോസ് ആണ്. ഷോർട്സ് ഞാൻ കൂടുതൽ എങ്ങനെ എടുക്കണമെന്ന് നേരത്തെ കാണിച്ചല്ലോ ഫസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഷോർട്സ് സെല്ലോ ടാപ്പിന്റെ അതിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ലോങ് വീഡിയോസിന് ഈ ഒരു ട്രൈപോഡ് അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ഇതേപോലെ ഡബിൾ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് വെറും ട്രൈപോഡ് മാത്രമല്ല, ഒരു ട്രൈപോഡ് വിത്ത് സെൽഫി സ്റ്റിക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ ഒരു ട്രൈപോഡ് ചെറുതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും കൂടെ കൊണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രൈപോഡ് കൂടെ ആണ്. പിന്നെ ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതിന് വെറും 180 രൂപയേ ഉള്ളൂ. അപ്പൊ ഞാനിത് മീഷോന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ വലുപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ഒരു വലുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവണത് അടിപൊളിയാണ്. 150 രൂപക്ക് ഒരു ട്രൈപോഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആണ്.
അപ്പൊ ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഞാൻ കാണിക്കണ ഇത്ര വലുപ്പമാണ് ഇതിൻ്റെത് ഉള്ളത്. ഇതിന്റെ കൂടെ ഒരു ബ്ലൂടൂത്ത് ക്ലിക്കറും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫോൺ ഈ ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ട് ഇത് ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ലോങ് ആയിട്ടൊക്കെ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഈ ഒരു ബ്ലൂടൂത്ത് ക്ലിക്കർ വെച്ചിട്ട് കഴിയൂട്ടോ. പിന്നെ ഞാൻ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ ഇതേപോലെ ടാബ്ലിൻ്റെ അടുത്ത് ഒരു ചെയർ വെച്ചിട്ട് അതിൽ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കൽ. ഇനിയിപ്പോൾ ഷോർട്സ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോണിൽ തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ സെൽഫി എടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ആവശ്യമുള്ളത്. സെൽഫി എടുക്കുമ്പോഴോ അതല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി ഇതല്ലാതെ എനിക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള ഷോട്ടൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ടാബിൽ കയറ്റിയിട്ട് വീഡിയോസ് എടുക്കലുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഇത്ര ലെങ്ത്തിലൊന്നും എടുക്കൂല. അതായത് ഈ ഒരു സ്റ്റാൻഡ് ചെറുതാക്കിയിട്ട് ടാബിൽ തന്നെ വെച്ചിട്ട് വീഡിയോസ് എടുക്കുക. അപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ, ലോങ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് വീഡിയോസ്. അപ്പം നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഇതേപോലെ ഒരു കുഞ്ഞി ചാനലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈപോഡ് എന്തായാലും മേടിച്ചു നോക്കുക. വെറും 150 രൂപയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൂടെ കൊണ്ടുപോകാനും പറ്റും. ചെറിയ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പം എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മേടിച്ചു നോക്കി. ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കാണിച്ചു തരാം. ഇതേപോലെ എന്തെങ്കിലും കുറച്ച് ഹൈറ്റുള്ള സാധനങ്ങൾ എടുക്കുക. അതിപ്പോൾ ചെടിച്ചട്ടി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും പാത്രം ആയിക്കോട്ടെ, മഗ് ആയിക്കോട്ടെ, അതെടുത്തിട്ട് ഒന്ന് കവുത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഫോണൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദേ ഈ കാണുന്ന പോലെ. ഇതിപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോസസ്സൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോസ് എടുക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം സിമ്പിളാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടോണ്ട് നിൽക്കുന്നത്. ഇപ്പം കണ്ടല്ലോ, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിൽ വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ലൈറ്റുള്ള ടൈമും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കണ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെച്ചിട്ട് വീഡിയോ എടുത്ത് നോക്കുക. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പം ഒരേ ആംഗിളിൽ നിന്ന് എടുക്കാതെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് കുറച്ചും കൂടി കണ്ടിങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു ഭംഗി കൂട്ടി കൊടുക്കും കേട്ടോ വീഡിയോക്ക്. അടുത്തൊരു മെത്തേഡാണ്, വീഡിയോ എടുക്കുമ്പം നമ്മളെ കയ്യിലുള്ള കുറച്ച് ബുക്കുകൾ ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ലോങ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ അടിയിൽ എക്സ്ട്രാ കുറച്ചും കൂടി ബുക്ക് വെച്ചിട്ട് ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൂടി ഒന്ന് ബുക്ക് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ബുക്ക് തന്നെ വേണമെന്നില്ല, വലിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ, ഇതേപോലെയൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ലോങ് വീഡിയോസ് എടുത്തിന് ആദ്യമൊക്കെ, അതായത് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ ഈ ഒരു കളർ പെൻസിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ബോക്സ് കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കളർ പെൻസിൽ മുന്നിലും കുറച്ച് കളർ പെൻസിൽ ബാക്കിലും ആക്കിയിട്ട് വെക്കും. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ നടുവിലായിട്ട് ഫോൺ വെക്കും കേട്ടോ. ഇങ്ങനെ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസ് മുഴുവനും ഇങ്ങനെയാണ് എടുക്കുക. ഇതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസും ഈ ഒരു സെറ്റപ്പിൽ വീഡിയോസ് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഷോർട്ട് വീഡിയോ ഇതേ സെറ്റപ്പിൽ എടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിൽ കുറേ ബുക്ക് വെക്കും. അപ്പം അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ തന്നെ പെൻസിൽ കുറച്ച് നമ്മൾ താത്തിയും പൊന്തിച്ചും ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോ എടുക്കണ എൻ്റെ ഒരു ഐഡിയ കേട്ടോ കാണിച്ചു തരുന്നത്. എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പം അതിൻ്റെ മേലെ ഞാൻ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ അട്ടിക്കും. നിങ്ങളെടുത്ത് അതില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ചെടിച്ചട്ടി ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതൊന്ന് കവുത്തി വെച്ചിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചട്ടയോ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക അത്യാവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബുക്സ് വെക്കുക. പിന്നെ നമുക്ക് ട്രൈപോഡിന് പകരമായിട്ട് ഇതേപോലെ നമ്മളൊരു വുഡിൻ്റെ
പീസ് എടുക്കുക കേട്ടോ. ഒരു ചെറിയ മരക്കഷ്ണം എടുത്താൽ മതി. സ്കെയിൽ വെക്കാം, പക്ഷേ സ്കെയിൽ വെക്കുമ്പോൾ നമ്മളെ ഫോൺ അത്രയ്ക്ക് വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു മരക്കഷ്ണം കൂടെ കൊണ്ടെടുക്കുക മീൻസ് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഷോർട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വെക്കൽ. ഈ ചാനലിൽ തന്നെ ഞാൻ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്തിന് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ താഴേക്ക് ആ ഒരു രീതിയിലാണ്. അന്ന് കുറേ ആൾക്കാർ ചോദിച്ചിന് എങ്ങനെയാണ് വീഡിയോസ് എടുക്കണത് എന്നൊക്കെ. അപ്പം ഞാൻ അന്ന് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പിന്നെ എവിടെയോ പോയി ഞാൻ ഡിലീറ്റ് ആക്കിട്ടോ. പിന്നെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് വീഡിയോസ് എടുക്കുമ്പോൾ അത് കാണിച്ച് തരാൻ വിചാരിച്ച്. അപ്പോൾ ഷോർട്ട് വീഡിയോസ് എടുക്കുമ്പം ഇങ്ങനെയാണ്. അപ്പോൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവർ ഈ ഒരു ഐഡിയ ഒക്കെ എന്തായാലും ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ലോങ് വീഡിയോയിലും നിങ്ങൾ ഇതേപോലെ ഞാൻ മേലെന്ന് താഴേക്കായിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ വെക്കുന്നത്. ഈ ഒരു ബുക്ക് ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് കാണില്ലല്ലോ. ഈ ഒരു ഫോണിൽ ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അടിയിൽ ബുക്സൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹൈറ്റ് കൂട്ടുന്തോറും നമുക്ക് എക്സ്ട്രാ ഉള്ള ബാക്ക്ഗ്രൗണ്ടും സാധനങ്ങളും ഫുള്ളായിട്ട് കിട്ടും. ഇപ്പം എനിക്ക് വീഡിയോസ് എടുക്കുമ്പോൾ ഇത്ര മതി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതായതുകൊണ്ട് ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ കാണിച്ചു തരാണ്. ഈ ഒരു ഐഡിയ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ട്രൈപോഡും വേണ്ട ഇങ്ങനെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈപോഡൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാതെ നിൽക്കൊന്നും വേണ്ട. പിന്നെ ഇവിടെ ഫോൺ വെക്കണോണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെയിറ്റ് കൊടുക്കാം കേട്ടോ. അതായത് എക്സ്ട്രാ എന്തെങ്കിലും ചെറിയ ബുക്കൊക്കെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഇത് മറിഞ്ഞു പോവും. അപ്പോൾ ആദ്യം ആ ഒരു ബുക്ക് എടുത്തിട്ട് വേണം ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല ഫോൺ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഫോൺ വിൽക്കും പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഫോൺ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം അത് വിൽക്കാതെ ആ ഒരു വുഡൻ പീസിൽ ഇങ്ങനെ അമർന്ന് നിന്നോളൂ. അടുത്തൊരു ഐഡിയയും ഇതായിട്ട് ഭയങ്കരമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ. എന്നാൽ ഭയങ്കര ഈസിയുമാണ്. ആ ഒരു കാർഡ്ബോർഡ് വെക്കുന്നതിന് പകരം ഫുള്ളായിട്ട് ബുക്ക് ഇങ്ങനെ അട്ടിക്ക് വെച്ച് കൊടുക്കുക. ഇത്രയൊന്നും ഹൈറ്റിലല്ല കേട്ടോ ഞാൻ വെക്കല്. ഇതിനെക്കാട്ടി നല്ല ഹൈറ്റിലാണ് വെക്കല്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനായതുകൊണ്ട് ഞാൻ ഇത്ര ഹൈറ്റിലെ ബുക്സ് ഒക്കെ വെച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം കൊള്ളണോ അതിനനുസരിച്ചിട്ട് ബുക്കിന്റെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഇതേപോലെ ഒന്ന് ഫോൺ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഷോർട്ട് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. സംഭവം അത്രയേ ഉള്ളൂ. ഈസി ആണ് കേട്ടോ വീഡിയോസ് എടുക്കാൻ. അപ്പം ഞാൻ ഈ ഒരു ഐഡിയകളൊക്കെ ഇനി ഫസ്റ്റ് ടൈമിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഐഡിയാസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് പറഞ്ഞാൽ ബോയൻ്റെ M1 മൈക്കാണ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യൽ, അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബോയ M1 മൈക്ക് ഞാൻ അത്യാവശ്യം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൈക്ക് ഏതാ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഇത്. ഇതിന് 800 ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡ്രസ്സിൽ നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ടൊക്കെ സംസാരിക്കാം. പിന്നെ ഇതിൻ്റെ വയറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് കെട്ടിക്കൊടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഐഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കണക്ടറും കൂടി വേണം. എന്നാലേ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു മൈക്ക് തന്നെ നമുക്ക് ക്യാമറയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കണം. ഫോണിലാണെന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതേപോലെ എൻ്റെ കയ്യിൽ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു 2-3 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് റിംഗ് ലൈറ്റ് വിത്ത് ട്രൈപോഡാണ് കേട്ടോ വരുന്നത്. ആ ഒരു ലൈറ്റിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒരു ഫോൺ സ്റ്റാൻഡും കൂടി ഉണ്ട്. അതായത് ട്രൈപോഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നൈറ്റൊക്കെ വീഡിയോ എടുക്കുക, അതല്ലാതെ ലൈറ്റ് ഇല്ലാത്ത ടൈമിലൊക്കെ ഈ ഒരു ട്രൈപോഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇതിൽ 3 ലൈറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലൈറ്റാണ് കേട്ടോ. അതായത് നോർമൽ നമ്മളെ വൈറ്റ് ലൈറ്റ്. ലൈറ്റിൻ്റെ പവർ കൂട്ടി കൊടുക്കാനും കുറച്ച് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അതിനുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് 800 ആ ഒരു സംതിങ് ആ ഒരു പ്രൈസിനൊക്കെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നത്തെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ലൈറ്റ് ആണ് കേട്ടോ.
ഒരു ലൈറ്റ് ബ്ലൂ പോലെയുള്ള ഒരു ലൈറ്റാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു വാം ലൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു ലൈറ്റാണ് എനിക്ക് ഇതിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് ഞാൻ ആദ്യമൊക്കെ ട്രൈപോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിനി. പിന്നെ ഇതിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അതായത് ഈ ഒരു റിംഗ് ലൈറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. റിംഗ് ലൈറ്റ് പൊട്ടിയോണ്ട് തന്നെ ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു റിംഗ് ലൈറ്റ് പൊട്ടിയോണ്ട് തന്നെ ആ ഒരു ഫോൺ സ്റ്റാൻഡൊന്നും ഇനി യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ആവശ്യത്തിന് മാത്രം എപ്പോഴെങ്കിലും യൂസ് ചെയ്യലുള്ളൂ കേട്ടോ. കൂടുതലും ഞാൻ വീഡിയോസൊക്കെ എടുക്കൽ പകൽ തന്നെയാണ്. എന്നാലും മഴയുള്ള ടൈമിലോ ലൈറ്റ് തീരെ ഇല്ലാത്ത ടൈമിലോ ഒക്കെ ഇത് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നത് എന്ന് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടേനി. പക്ഷേ ഈ ഒരു വീഡിയോ അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തമ്പനെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടി ചെയ്യാട്ടോ. അപ്പോൾ ആ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയാസ്, ടിപ്സ്, ട്രിക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.